ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ ഡേ ആസ് എ നീറ്റ് ആസ്പിരൻ്റ് ആണ്. എ ഡേ ഒന്നുമല്ല, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ആദ്യമേ തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കെമിസ്ട്രിയാണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ ടോപ്പിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ലൈവ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഓരോ ലൈവ് കഴിയുമ്പോഴത്തേക്കും അപ്പം തന്നെ ഇരുന്ന് പഠിക്കാറാണ് പതിവ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുകയും ചെയ്യും. അത് മാത്രമല്ല, ക്ലാസ്സിൽ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം മനസ്സിലാകുകയും ചെയ്യും. പിന്നീട് നമ്മൾ അതിന് വേണ്ടി ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇക്വേഷൻസ് ഒക്കെ അപ്പം തന്നെ എൻ്റെ ഇക്വേഷൻ നോട്ട്ബുക്കിലേക്ക് ഞാൻ എഴുതി വെക്കാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇക്വേഷൻ നോട്ടൊക്കെ ലാസ്റ്റ് വേണമെങ്കിലും എഴുതാം, പക്ഷേ ഇപ്പം തന്നെ എഴുതി തുടങ്ങുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് വീക്കിലി എക്സാമിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫിസിക്കൽ കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടായിരുന്നു. 20ഓളം ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൊത്തം 1, 2, 3 അങ്ങനെ 20 വരെ എഴുതും. എന്നിട്ട് ഓരോ ഏതാണോ ഓപ്ഷൻ കറക്റ്റായിട്ടുള്ളത് അത് കൃത്യമായിട്ട് എഴുതും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 മണി ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ക്ലാസ് അടുത്ത സെഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് ഫിസിക്സ് ആയിരുന്നു കേട്ടോ. തെർമോഡൈനാമിക്സ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഞാൻ നോട്ട് അപ്പം തന്നെ എഴുതിയെടുക്കാറുണ്ട്. പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോട്ടിന് വേണ്ടി വീണ്ടും സമയം കളയരുത്. നമ്മൾ അപ്പം തന്നെ നോട്ട് എഴുതി പോവുക ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നോട്ട് എഴുതി പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അതെനിക്ക് ഒരുപാട് ടൈം ലാഭിച്ചിട്ടുണ്ട്. പിന്നീട് നോട്ട് എഴുതാൻ വേണ്ടി നമ്മൾ സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ലാസ്സിന് ബ്രേക്കായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണമായിരുന്നു വെറുതെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേഗം തന്നെ ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരുന്ന പാസ്തയായിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഈ ആഴ്ച ഞങ്ങളുടെ മന്ത്ലി എക്സാമാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ പോർഷൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെയും ഈ ആഴ്ചത്തെയും കൂടി പോർഷൻസ് ഒരുമിച്ചിടുന്നതാണ്. മന്ത്ലി എക്സാമാണ്. പിന്നെ ഞാനങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ മീഷോയിൽ നിന്ന് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഷോർട്ട് കുർത്തിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.